മാനുവൽ ഓർ ഓട്ടോമാറ്റിക്? മാനുവലാണ് ഇഷ്ടം. ഏത് വണ്ടി ഭ്രാന്തനോട് ചോദിച്ചാലും അങ്ങനെ. പക്ഷേ ഓട്ടോമാറ്റിക്കിന് ഒരു സുഖമുണ്ട്. ഓട്ടോമാറ്റിക് ഓടിക്കാനായിട്ട് അത്ര മോശം ഒന്നുമല്ല. ഏതൊരു മാനുവലിനേക്കാളും ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാനും ഓട്ടോമാറ്റിക് പറ്റും. പക്ഷെ നമ്മളിപ്പോഴും ആ ഓൾഡ് സ്കൂൾ ആയതുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ് ഇഷ്ടം. പക്ഷെ മാനുവലിനേക്കാളും എത്രയോ മികച്ച ഡ്രൈവ് സമ്മാനിക്കാൻ ഓട്ടോമാറ്റിക് ഉറപ്പായിട്ടും. അതെ, രണ്ട് കൈ സ്റ്റിയറിംഗ് എടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഇപ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കാണെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാണെങ്കിലും ഗിയർ മാറാൻ വേണ്ടി കൈയെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട കാര്യമില്ല, ഹാൻഡിൽ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഓട്ടോമാറ്റിക്കിന്റെ അത്രയും ക്വിക്കായിട്ട് ഒരു മാനുവൽ ഒരാൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒരു മനുഷ്യൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് ഇഷ്ടം മാനുവലാണ്. പക്ഷേ അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഒരുപാട് വലിയ ഹ്യൂജ് കാർ കളക്ഷൻ ഉണ്ട്. അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള ഫ്യൂ പീപ്പിൾ ഉണ്ടോ? ഒന്ന് ദുൽഖർ സൽമാൻ, ഒബ്വിയസ്ലി എല്ലാവരും പറയുന്ന പോലെ. പിന്നെ ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഏതൊക്കെ വണ്ടി വരുന്നുണ്ടെന്നുള്ളൂ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാം അറിയാം. അതല്ലാണ്ട് ഇവർ പേഴ്സണലായിട്ട് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വണ്ടി ഇപ്പോൾ അമിത് ചക്കാലക്കലുമായിട്ട് അന്ന് ഞാനൊരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ടായിരുന്നു. അത് നമ്മുടെ വണ്ടി പിടിച്ചുകൊണ്ടുണ്ടായി ഭൂട്ടാൻ ഇഷ്യൂ. അപ്പോൾ ടി വി ചർച്ചയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. അത് ആ പേഴ്സണലായിട്ട് പുള്ളി അന്ന് സംസാരിച്ചത് അങ്ങനെയാണ്. പിന്നെ ദുൽഖർ സൽമാന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പൃഥ്വിരാജിന് കുറെ കാറുകളുണ്ടെന്ന് അറിയാം. പക്ഷെ ഇവരൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് അറിയുള്ളൂ. പേഴ്സണലായിട്ട് വണ്ടി ഒന്നും കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു, അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ നാട്ടിൽ ഇതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഭ്രാന്തനുണ്ട്. ഇതുപോലെ തന്നെ ചേട്ടൻ തന്നെ കാണുമ്പോഴത്തേക്ക് ഓ ഇത് ആരാ എന്നെക്കാളും വലിയൊരു വണ്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഞെട്ടിയിട്ടില്ല. അത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് വണ്ടിഭ്രാന്ത് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് വണ്ടിഭ്രാന്ത് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വണ്ടി ഭ്രാന്തനാകാൻ പറ്റും. ഭ്രാന്തനാണെന്ന് കാണിക്കാൻ പറ്റും. ഭ്രാന്തന ഒരു സാധാരണ ആൾക്ക് വണ്ടി വാങ്ങാൻ വകുപ്പില്ല. പക്ഷെ അദ്ദേഹവും ഭ്രാന്തനാണ്. കാരണം ആ മനസ്സിനുള്ളിൽ പുള്ളിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരിക്കും. എല്ലാ വണ്ടി കാണുമ്പോൾ ഒരുപാട് നോക്കുമ്പോൾ നമ്മൾ പറയും ഒരു നല്ല പെൺകുട്ടി നടന്നു പോയാലും ഒരു നല്ല കാറ് പോയാലും ഏത് നോക്കുന്നു പറഞ്ഞാൽ പലരും പറയും ഞങ്ങൾ കാറ് നോക്കുന്നു പറയും. ചില ആളുകൾ അത് എക്സാജറേറ്റഡ് അല്ല, ചിലപ്പോൾ സംഭവിക്കുന്നതാണത്. അവർക്ക് വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, വണ്ടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ വണ്ടി വാങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഇത് വാങ്ങാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് എന്തായാലും പറ്റും, ഉറപ്പായിട്ടും പറ്റും, ശ്രമിക്കുന്നു പറഞ്ഞയക്കാം. ഇങ്ങനെ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വന്തമാക്കിയ കാർ ഏതാ? അങ്ങനെ സ്വന്തമാക്കിയ കാർ എന്ന് പറയാൻ കാർ ആയിട്ടില്ല. ഇപ്പോഴും ജിംനി വേണമെങ്കിൽ പറയാം, ലേറ്റസ്റ്റ് മേടിച്ചാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ഒക്കെ ഒരിക്കൽ ശരിയാവും ഉറപ്പായിട്ടും. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ, ഇപ്പൊ കാറിലാണെങ്കിലും ഈ പറയുന്ന പോലെ അമ്മയാണെങ്കിലും അച്ഛനായാലും അവർ സൈഡിലിരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഈ കുട്ടിയെ വെറുതെ മടിയിലല്ലേ വെക്കുന്നത്. ഇത് ഒരു നമ്മുടെ ഒരു എന്താ പറയാ, ഇത് കൊച്ചു എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള ഒരു സംഗതിയായിട്ട് മാറുമ്പോൾ, അതായത് കൈ വിട്ടു പോകും, ഉറപ്പാണ് കൈ വിട്ടു പോകും. കാരണം നമുക്ക് ഒരു ബ്രേക്ക് ചവിട്ടോ അല്ലെങ്കിൽ ഒരു ഇടിയോ നടന്നാൽ കൈ വിട്ടു പോകും. കൊച്ചായിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. കൊച്ചിനെ മുൻ സീറ്റിൽ എടുത്തിരുന്ന് പറയും. ഇപ്പൊ സീറ്റ് ചൈൽഡ് സീറ്റ് ഇല്ലെങ്കിൽ പിൻ സീറ്റിലിരുന്ന് മടി വെച്ചിരുന്ന് യാത്രയാണെന്ന് പറയും. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യം, നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു പറയും. അങ്ങനെയല്ല, ഇതിന് ഒരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ റോഡിൽ ഇഷ്ടംപോലെ വണ്ടികളാണ്, അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ പറയുന്നത്. അതുപോലെ ബൈക്കാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ചു കൊടുക്കുന്നത്. കാരണം മുതിർന്നവർ വെക്കും, പക്ഷെ കുട്ടികൾ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് പോകുന്നത് കാണുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ശ്രദ്ധിക്കണം. ഇപ്പൊ അതിപ്പോ നിയമം എന്തായാലും വരുന്നുണ്ട്, എല്ലാവർക്കും പിഴ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പല ക്യാമറകളും അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതെന്തായാലും ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പക്ഷെ എൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊച്ചിനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഈ തീരെ കൊച്ചു കുഞ്ഞ്, അതായത് 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കായിരിക്കുമല്ലോ ഈ ചൈൽഡ് സീറ്റ്സ്. 7 വയസ്സ് വരെ കുറച്ച് കൊച്ചു കുട്ടികൾക്ക്. ബട്ട് സ്റ്റിൽ ഒരു 9-10 വയസ്സ് വരെയുള്ള കുട്ടികൾ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് 142 സെന്റിമീറ്റർ ഉയരം വന്നു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാം. ഇപ്പോഴത്തെ കാറുകൾ അതും കുഴപ്പമില്ല, കാരണം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറുതാക്കി വെച്ച് ഇടാനും പറ്റും. എന്റെ മോനൊക്കെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാറുണ്ട്. അവന് സീറ്റ് ബെൽറ്റ് ഒക്കെ പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, പറ്റും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മൾ വേറെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ പല റീലുകളിലും ഒക്കെ അവര് ഭയങ്കര ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സൈഡായിട്ടോ ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പൊ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കാല് ഡാഷ്ബോർഡിന്റെ മുകളിൽ പൊക്കി വെച്ചിട്ടിരിക്കുന്ന കൈൻഡ് ഓഫ് റീൽസ്. അത് ആ റീല് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒരു അപകടം പറ്റിയ ജീവിതത്തിൽ ആ തലമുറയ്ക്ക്, അതിന്റെ അടുത്ത തലമുറയ്ക്ക്, അതിന്റെ അപ്പുറത്തെ തലമുറയ്ക്കും വരെ പേടി സ്വപ്നമാവാൻ വിധം പ്രശ്നമാവും. കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെയാണ് എയർ ബാഗ് വരുന്നത് കൂട്ടിക്കോ, ഇത് ഇങ്ങനെ മടങ്ങിയിട്ടാണ് അപകടം പറ്റാൻ പോണത്. ഒടിഞ്ഞു മടങ്ങി പൂമിന്നാക്കും. അവിടെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഗൺ ബുള്ളറ്റ് വരുന്ന അതിലും ഫാസ്റ്റായിട്ടാ എയർ ബാഗ് വരിക. അതെ, അത് ഭയങ്കര ഡേഞ്ചറാണ്. എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എന്റെ വണ്ടി ഇടിക്കില്ല എന്നുള്ളത്. അത് ഇടിക്കുന്നവരേ ഉള്ളൂ. ഇടിക്കുക അല്ലെങ്കിൽ തട്ട് ചെയ്താൽ കോൺഫിഡൻസോടെ പോവും. കാരണം ആരും അഗ്രഗണ്യന്മാരല്ല, പിന്നെ നമ്മൾ തന്നെ വേണമെന്നില്ല ഇടിക്കാനായിട്ട്, തിരിച്ചു വന്ന് ഇടിക്കാലോ. അങ്ങനെ ഇരിക്കുന്നതൊക്കെ ശരിക്കും ക്രൈമാണ് ഞാൻ പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. അല്ലാണ്ട് അതൊരു അറിവില്ലായ്മല്ല, അത് ക്രൈമാണത്.
നമ്മുടെ സ്വന്തം വണ്ടിയിൽ കംഫർട്ട് ലെവൽ കാണിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നത് പോലെ പക്ഷെ അതാണ് എന്റെ പോയിന്റ്. നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കുന്ന ആള് ആ ആളോടുള്ള വിശ്വാസമായിരിക്കും. പക്ഷെ ആ ആള് തന്നെ ഇരിക്കണം എന്നില്ലല്ലോ, ഓപ്പോസിറ്റ് വന്നാലും മതിയല്ലോ. അതെ. അപ്പൊ ഇങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട് അല്ലേ സംസാരിക്കാനായിട്ടാണെങ്കിൽ. അതെ, ഇപ്പൊ ന്യൂ കാർസ് സെക്കൻഡ് ഹാൻഡ് കാർസ് നോക്കുകയാണെങ്കിൽ പലരും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് കാണാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ന്യൂ കാർസ് വാങ്ങുന്നതാണോ? വാല്യൂ ഫോർ മണി യൂസ്ഡ് കാർ മേടിക്കുന്നതാണ്. അത് ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ട്, കുറച്ച് കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഡ് കാറാണ് വർത്ത്. അതല്ല, പുതിയ കാർ മേടിക്കുകയാണെങ്കിൽ അത് അല്ല, പുതിയ കാർ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കയ്യിൽ കാശില്ല, ലോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ കാറാണ് നല്ലത്. കാരണം യൂസ്ഡ് കാറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയ കാറുമായിട്ടുള്ള അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. അതുകൊണ്ട് പുതിയ കാർ വാങ്ങുമ്പോൾ EMI അടച്ച് കൊണ്ട് പോകാന്നുള്ള ലെവലിൽ ഫ്യൂ തൗസൻഡ്സ് റുപ്പീസാണ് പെർ ലാക്സിന് വരുന്നുള്ള ലെവലിൽ പുതിയ വണ്ടി വന്നാൽ നല്ലത്. പക്ഷേ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഓൾട്ടോ ലോൺ ഇട്ട് മേടിക്കുകയാണ്, ആ 5 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഡിസൈർ വരെ മേടിക്കാം, സിയാസ് വരെ മേടിക്കാൻ പറ്റും, ഒരു യൂസ്ഡ് കാർ മേടിക്കാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. അതായത് മോർ കാർ പെർ മണി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണത്. അത് കുറെ പേർക്ക് അറിയാം, യൂസ്ഡ് കാർ വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കുറെ യൂസ്ഡ് കാർ വരുന്നത്. അതെ, നമ്മളിങ്ങനെ പലരും കാണാറുണ്ടല്ലോ, ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ പോയിട്ട് കാസ് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു കുറച്ച് ആളുകൾ പറയും അവിടുന്ന് കൊണ്ടുവരുന്ന കാസ് നല്ലതാണ്. ചില ആളുകൾ പക്ഷെ ഇപ്പൊ പലരും ഇപ്പം BMW, ബെൻസ് ഒക്കെ ഇങ്ങനെ പ്രീമിയം കാസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ചിലർ കമന്റ് ബോക്സിലാണെങ്കിലും കളിയാക്കുന്ന കാണാം. ഡൽഹിയിൽ പോയിട്ട് കൊണ്ടുവരുന്നതാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? നമ്മൾ വണ്ടി മേടിക്കുന്നത് ഇവിടുന്ന് മേടിക്കുന്നു ഡൽഹിയിൽ നിന്ന് മേടിക്കുന്നുള്ള വ്യത്യാസം. ഡൽഹിയിൽ 10 വർഷം 15 വർഷം ബാനൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴും നമ്മൾ മേടിക്കുമ്പോൾ പേപ്പർ വാലിഡ് ആവാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8 വർഷം വരെ പഴക്കമുള്ള വണ്ടികളാണെന്ന് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല, ഞാൻ പറയുന്നതാണ്. ആ വണ്ടികൾ മേടിച്ച് കൊടുന്ന് ഇവിടുത്തെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ഓടിക്കുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ 15 ഇയേഴ്സിന് ടെസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റും. അതല്ലാണ്ട് അവിടുന്ന് വാങ്ങിയിട്ട് പേപ്പർ മാറ്റാൻ പറ്റാത്ത വണ്ടി കൊടുന്ന് ഓടിക്കുന്നവരായിരിക്കും മിക്കവാറും പരിഹാസമൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു സമയം കഴിഞ്ഞാൽ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ട് ആ വണ്ടി ഇവിടെ നമുക്ക് പേരിലാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അത് കൊടുന്ന് ഓടിക്കാനേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഒരു ബർഡനാണ്. കാരണം ആ വണ്ടിയുടെ ഉടമസ്ഥന്റെ പേരിൽ നമ്മൾ കേരളത്തിൽ ഓടിക്കുക നിയമവിരുദ്ധമാണത്. അപ്പൊ അത് പ്രശ്നമാണ്. അവരോടായിരിക്കും ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല വണ്ടികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ഡൽഹിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെക്കുറെ സെയിം ആണ്. അതിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യത എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പറ്റിക്കാനുള്ള സാധ്യത ഫ്ലഡൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വെള്ളം കയറിയ വണ്ടികൾ തന്നെയാണ് പറ്റിക്കാനുള്ള സാധ്യത കൂടുതൽ. ഫ്ലഡ് വരുന്നത് കൊണ്ട് പിന്നെ കിലോമീറ്റർ തിരിക്കുന്നൊക്കെ ഉണ്ട്. കിലോമീറ്റർ തിരിക്കുന്ന പറയുമ്പോൾ മീറ്ററിൽ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് 50,000 ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വാല്യൂ കൂട്ടാനും വില കൂട്ടാനും വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്കാം ഉണ്ട്. യൂസ്ഡ് കാറിൽ പണി കിട്ടാനുള്ള എളുപ്പമാണ്, എപ്പോ പോയാലും പണി കിട്ടും. നല്ല നേരിട്ട് ആർക്കെങ്കിലും പരിചയമുള്ള ആർക്കെങ്കിലും ഇതുപോലെ സ്കാം കിട്ടിയിട്ടുണ്ട്? എന്റെ ഒരു സുഹൃത്ത് ഒരു വണ്ടി മേടിച്ച് വിളിച്ച് എന്റെ മീറ്റർ ക്ലസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ ആ വഴി പോവാന്ന് ചുമ്മാ കയറി നോക്കി. ആ ക്ലസ്റ്റർ ഒന്ന് കൈ കൊണ്ട് എടുത്തപ്പോ കൈ കൂടെ പോന്നപ്പോ ഒരു കൊട്ട മണ്ണ് എന്റെ കയ്യിൽ മണ്ണ്. അത് പക്ഷെ നമ്മള് ആ ഡീലറെ വിളിച്ച് വണ്ടി തിരിച്ചെടുത്ത് കാശ് മേടിച്ചു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല. പലരും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മേ ബി ഫ്ലഡ് വന്ന ഫ്ലഡ് കയറുന്ന വണ്ടികളാണ്. ഇപ്പോൾ യാർഡുകളിൽ വെള്ളത്തിൽ മുങ്ങിയ വണ്ടികളുണ്ട്. അതുപോലെ ഈ യൂസ്ഡ് കാർ ഡീലേഴ്സിന്റെ വണ്ടികളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ വണ്ടികൾ തന്നെ ഉണ്ട് വെള്ളത്തിൽ മുങ്ങിയ വണ്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരാക്കിയിട്ട് വിൽക്കുന്നതാണ്. ഇത് പറയാതെ വിൽക്കുന്നതാണ് പ്രശ്നം. പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അറിയാം അത്രയും വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിച്ചോട്ടെ. പക്ഷെ പറ്റിക്കാൻ പാടില്ല.